തുടങ്ങി മക്കളെ. കുട ബാഗൊന്നും എടുത്തിട്ടില്ല. ബാഗിൽ സാധനം ഇരിക്കുന്നുണ്ട്, പിന്നെ കുട എടുക്കാൻ മടിയായ കാരണം എടുത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നടന്നിട്ട് ആ മരത്തിൻ്റെ അവിടുത്തെ വിളിക്കും മഴ മാറും, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആ കാറിൻ്റെ അവിടുത്തെ വിളിക്കും വീണ്ടും മഴ മാറും. അവിടെ ഒരു അടിപൊളി മസ്താങ് എടുക്കുന്നുണ്ട്. ഞാനീ മരം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോഴാണ് ആ കെട്ടിക്കണ സാധനം കണ്ടത്. എന്താ റെഡ്. ഹായ്, you good? Which breed is it? ഹലോ, അങ്ങനെ ഞാൻ വൈകുന്നേരമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കണം, പിന്നെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ അവിടെ സ്പ്രിങ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല രസമാണ് അവിടെ. അത്ര പെട്ടെന്ന് ഇരുട്ടാവുന്നില്ല. ഇതവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, കണ്ടിട്ട് നല്ല തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ഇപ്പോൾ 6:15 ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മഴ പെയ്യുന്നതാണ് കാണിക്കുന്നത്. മിക്കവാറും പെട്ടെന്ന് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മക്കളെ, അവിടെ ഒരു അടിപൊളി മസ്താങ് എടുക്കുന്നുണ്ട്. ഞാനീ മരം കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോഴാണ് ആ കെട്ടിക്കണ സാധനം കണ്ടത്. എന്താ റെഡ് ബ്ലാക്ക് ആയിട്ട് അടിപൊളി. അതാ മൂവായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വഴി വരില്ലേ, അപ്പുറത്ത് കൂടെ തിരിയാനാണ് സാധ്യത. കണ്ടില്ലേ? പോയത് പോട്ടെ. ഞാൻ വന്നത് ഈ പൂക്കൾ കാണിക്കാനാണ്. ഇതൊക്കെ ഒരാഴ്ച 2 ആഴ്ച ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഈ പൂക്കൾ. അത് കഴിഞ്ഞാൽ ഈ ഇല കണ്ടില്ലേ, ഈ ഇല ഈ മൊത്തമായിട്ടുണ്ടാവും. അപ്പോഴേക്കും ഈ പൂക്കൾ മൊത്തം പോയിട്ട് മരത്തിൽ നിറച്ച ഇലയാവും. ഇപ്പോഴാണ് ശരിക്കും ഇത് കാണാൻ പറ്റി. ഒരു 2 ആഴ്ച കഴിഞ്ഞ് കാണുമ്പോൾ ഇത് നിറച്ചൊരു ഇല മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. അപ്പുറത്ത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് കുറച്ച് നേരം കാറ്റ് കൊണ്ടുകൂടെ ഇരിക്കാം, അല്ലെങ്കിൽ നടക്കാം. മഴയ്ക്ക് പിന്നെ തിരിച്ച് കയറേണ്ടതാണല്ലോ. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ അവിടെ വേറൊരു പൂക്കളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതും ഫുള്ളായിട്ട് ഈ മരത്തിലുണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ വീഡിയോസ് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മ വരും. നല്ല കാറ്റ്, നല്ല മഴക്കാറുണ്ട്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. പിള്ളേർ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നേ. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നടക്കുക. അവിടെ ഒരു പ്രാവിരിക്കില്ല വരുന്നത്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ഇറങ്ങി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കുക. പിന്നെ സ്ഥിരം നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോണത് കാരണവും നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളത് കൊണ്ടും ആ സ്റ്റോറുകളൊന്നും ഞാൻ കാര്യമായിട്ട് കാണിക്കണില്ല. പിന്നെ സ്പ്രിങ് തുടങ്ങിയത് കാരണം ഇവിടുത്തെ ഭംഗിയുള്ള ചെടികൾ, ഭംഗിയുള്ള പൂക്കൾ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറിയുന്നത്. കാറ്റ്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇതവിടെ വേറെ സെറ്റ് പൂക്കൾ. കഴിഞ്ഞ വീഡിയോയിൽ വേറെ സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയില്ലേ, അന്നത്തെ വീഡിയോയിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമേ പൂക്കളുണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്നിതാ
കുറവായിരിക്കും സൗണ്ടിൻ്റെ കാര്യത്തിൽ. ഇവിടെ എന്തോ പണിയുണ്ട്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ എന്തോ ആണ്. ഇവിടെ ക്ലാസ് ഉണ്ടോ എന്താണോ എന്ന് അറിയില്ല. അവരുടെ എന്തോ സംഭവമാണ് ഇത്. അതാ മുന്നിലേക്ക് ഇറക്കുമ്പോൾ വീണ്ടും ഒരു ചെറിയ ചെടി, അതിൽ നിറച്ച് പൂക്കൾ. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണാണ് സ്പ്രിങ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്കും ഏറ്റവും ഇഷ്ടമുള്ള സീസണായിരിക്കും ഇത്. ശനിയാഴ്ചയാണ്. ആ പോണൊരു ഡിഫൻഡർ ഫുൾ ബ്ലാക്ക്, അടിപൊളി. ശനിയാഴ്ചയാണ്, അത് കാരണമാണ് ഈ നേരത്തെ തിരക്ക് കുറവ്. പക്ഷേ രാത്രി നല്ല തിരക്കായിരിക്കും. ഈ നാട്ടിലുള്ള എല്ലാവരും ഇറങ്ങുന്ന ദിവസമാണ് ഇന്ന്. പബ്ബൊക്കെ ഓണായിരിക്കും. നമ്മളെന്തായാലും ഇന്ന് പബ്ബിലൊന്നും പോകണില്ല. ഇത് ഞെക്കിയില്ല. മഴ ചെറിയ രീതിയിൽ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞല്ലോ, എന്തായാലും കനത്തിൽ ഇതുവരെയായിട്ടും പെയ്ത് തുടങ്ങിയിട്ടില്ല. മിക്കവാറും ഇങ്ങനെ ഒന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മഴക്കാരൊക്കെ ഈ കാറ്റത്തൊക്കെ നീങ്ങി പോകുന്നുണ്ട്. അവിടെ ഒരാൾ ഒരു ടെറിയറാ തോന്നുന്നുണ്ട് എന്നിട്ട് നിൽക്കുന്നുണ്ട്. കാറ്റുള്ള കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ സാധ്യത കുറവായിരിക്കും. ഈ പള്ളിയില്ലേ, ഇത് പണ്ട് ശരിക്കും ഒരു പള്ളിയായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ ബിൽഡിംഗ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡ് ആണ് ഇതിൻ്റെ ആൾക്കാരിപ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് ക്ലാസ് നടക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉള്ള കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാറ്റിനൊരു കുറവുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കൊണ്ട് കൊല്ലം പഴക്കമുള്ളൊരു പള്ളിയാണ്. അതിൻ്റെ അതൊക്കെ ഞാൻ മറന്നു. അതൊക്കെ ഞാൻ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിലിപ്പോൾ പള്ളിയുടെ ഈ പരിസരത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കയറി വരാൻ കാരണം ഒരു ടെറിയറാണെന്ന് തോന്നുന്നുണ്ട്, ഒരു നായ്ക്കുട്ടീനായിട്ട് ഫോൺ കണ്ടപ്പോൾ കയറി വന്നതാണ്. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും അയാൾ ആ വഴി തിരിച്ചു പോയി. അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച്. പള്ളിയുടെ അകത്ത് ലൈറ്റ് ഉണ്ട്. ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഇതിൻ്റെ അടുത്തുള്ള ഈ മരങ്ങളിലൊന്നും ഇതുവരെയായിട്ടും കാര്യമായിട്ട് ഇലകളും പൂക്കളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ ചെറുതായിട്ടുണ്ട്. ഈ നേരെ മുന്നിലുള്ള ബിൽഡിങ്ങാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഷെഫീൽഡിൻ്റെ മെയിൻ ബിൽഡിംഗ് ആയിട്ടുള്ള ദി ഡയമണ്ട്. വൻ സെറ്റപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഓവൻ ബിൽഡിങ്ങിനേക്കാളും അടിപൊളിയാണെന്ന് തോന്നുന്നു. നിങ്ങളാരെങ്കിലും ഇവിടെ പഠിക്കാൻ പ്ലാനുള്ളവരുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി കൂടെ ഒന്ന് പരിഗണിക്കുക. ഞാൻ പറഞ്ഞ നായൻ്റെ പിന്നിൽ വരുന്നത്. ഹായ്, you good? Which breed is? Which breed is? Miniature Schnauzer. Oh. Yeah. What's her name? Blue. Oh, that's good. It's very loud. When it's cold, come on. Yeah. Let's go home. Come Okay, on. see you. Thank you.
ഈ ഏരിയയിൽ പബ്ബും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. നമുക്ക് വെസ്റ്റ് സ്ട്രീറ്റിലെ ടെസ്കോയിലൊന്നും പോകേണ്ട ആവശ്യമുണ്ട്. അത് കാരണമാണ് ഈ വഴി കട്ട് ചെയ്തത്. അവിടെ നിന്ന് പിന്നെ ഹെൽതി സിറ്റി സെൻറ്ററിലെ ഐസ്ലാൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പക്ഷെ ഞാനതൊന്നും ഇന്ന് വീഡിയോ എടുക്കാൻ നിലവിൽ പ്ലാനില്ല. കാരണം നമ്മൾ സ്ഥിരം എടുക്കാറുള്ളതാണല്ലോ. അപ്പോൾ വീണ്ടും എപ്പോഴും ഇത് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ പറ്റുകയാണെങ്കിൽ എടുക്കാം, നല്ലതെന്തെങ്കിലും വരികയാണെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ആ ബ്രീഡിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഓണറുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു പേര് പറഞ്ഞു. ആ പേര് ഞാൻ മറന്നു. പക്ഷേ നമ്മുടെ വിക്കി സ്ക്രീനി യൂട്യൂബ് ചാനലുണ്ടല്ലോ, അതിലതിൻ്റെ മിനിയേച്ചർ നമ്മളിപ്പോൾ കണ്ട ഈ ഒരു കാറ്റഗറിയിലുള്ളത് ഇതിൻ്റെ തന്നെ ജൈൻറ്റ് കാറ്റഗറി എന്താ ഒരു പേര് അത് മറന്ന്. അപ്പോൾ അതിൻ്റെ ജൈൻറ്റ് കാറ്റഗറിയിലുള്ളൊരു ബ്രീഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടെറിയറാന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്, പക്ഷേ സംഭവം മറ്റേതാണ്. മഴ തുടങ്ങി മക്കളെ. ഞാനാണെങ്കിൽ ഇങ്ങനെ വലിയ കാര്യത്തില്ല. ഞാനാണെങ്കിൽ കുട ബാഗൊന്നും എടുത്തിട്ടില്ല. ബാഗിൽ സാധനം ഇരിക്കുന്നുണ്ട്. പിന്നെ കുട എടുക്കാൻ മടിയായ കാരണം എടുത്തില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് ആ മരത്തിൻ്റെ അവിടുത്തെ വിളിക്കും, മഴ മാറും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ആ കാറിൻ്റെ അവിടുത്തെ വിളിക്കും, വീണ്ടും മഴ മാറും. അത് കാരണം മെനക്കേടാ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കാതെ വിചാരിച്ചു. നല്ലൊരു മരം ഇതൊക്കെയാ, ഈ ചെടികളൊക്കെ ഉണ്ടോ? നല്ല അടിപൊളിയില്ലേ. ഞാൻ ചെറുതായിട്ട് സ്ട്രീറ്റ് ടെസ്കോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു, എടുത്തില്ല. ഇപ്പോൾ ഇതാ പിന്നെ അല്ലമീർ പറഞ്ഞിട്ടൊരു കടയുണ്ട്, പോയിട്ട് പിന്നെ സിറ്റി സെൻറ്ററിൽ പോകേണ്ടി വരും ഐസ്ലാൻഡിലേക്ക്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടോ നോക്കണം. ഞാൻ പറഞ്ഞത് മഴ മാറി ചെറുതായിട്ട് പൊടികളുള്ളൂ. കുറച്ച് അങ്ങോട്ട് എത്തപ്പോഴേക്ക് വീണ്ടും മഴ മാറും. ഇതെന്നാ കളി. അല്ലമീർന്ന് പൊറാട്ട് ഹംസ കുറച്ച് കാലം ഹംസ വാങ്ങിയിട്ട് ഐസ്ലാൻഡിലുള്ള വേറെ ഏതൊരു കമ്പനിയായിരുന്നു. ഒരു 2-3 മാസമായിട്ട് വാങ്ങണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഹംസ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് 2 ദിവസം അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ മിക്കവാറും ഹംസയായിരിക്കും നമ്മുടെ അന്നത്തെ ഭക്ഷണം. ഓരെന്ത് ചത്തെടുക്കണ്ടല്ലോ, സാധനം ചത്തെടുക്കണ്ട അവിടെ. ഇപ്പോൾ സമയം 6:50 കഴിഞ്ഞു, 7 മണിയാവാനായി. എനിക്ക് തോന്നുന്നു മഴയും കൂടി ഉള്ള കാരണം വന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇരുട്ടായി. അല്ലായിരുന്നെങ്കിൽ 10-15 മിനിറ്റ് കൂടി ലൈറ്റ് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മുടെ പഴയ വിക്സ്, നല്ലൊരു സ്ഥാപനമായിരുന്നു. എന്താണെന്നറിയില്ല, കുറച്ചായിട്ടിപ്പോൾ കൂട്ടിപ്പോയി. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. വിക്സ് പോയപ്പോൾ ഇവിടെ മൊത്തം ഫ്രീ പാർക്കിംഗ് ആയിരുന്നു. എല്ലാവരും ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ആരും വരാതിരിക്കാനാവുന്നിട്ട് ഇപ്പോൾ അവർ ഈ ഒരു സംഭവം വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത്. അത് കാരണം ഇപ്പോൾ ആരും വണ്ടിയായിട്ട് ഇതിലേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വരുന്ന പബ്ബിക്ക് പോകണവർക്കും എല്ലാവർക്കും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യായിരുന്നു. കാരണം നല്ലൊരു സ്പേസ് ആയിരുന്നു അത്. അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നടക്കാണ്. അവസാനം കുട എടുക്കേണ്ടി വന്നു. കുട എടുത്തപ്പോൾ മഴ മാറി. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് കൂടി നടന്നാൽ നമുക്ക് റൂമിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി അവിടെ പോയിട്ട് എടുക്കാം. കൈയൊക്കെ നന്നായി തണുക്കിട്ട് നല്ല തണുപ്പായ കാരണം അത് കാരണം ഫോണൊന്നും കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നിവിടെ സമയം മാറുന്ന ദിവസമായിരുന്നു. അതായത് മാർച്ചിലെ അവസാനത്തെ ഞായറാഴ്ച അങ്ങനെ എന്താണ് ഈ സമയം വീണ്ടും നോർമലാവുക. അതായത് 1 മണിക്കൂർ പിന്നിലേക്ക് ആയിരുന്നല്ലോ ഇത്രയും കാലം.
ഇപ്പോൾ അത് 1 മണിക്കൂർ മുമ്പിലേക്കായി. അതായത് 12:59 നേരെ 1 മണിയാവാതെ 2 മണിയിലേക്ക് പോയി. അപ്പോൾ ഇനി കുറച്ച് കാലം ഈ ടൈം ചേഞ്ച് ആയിരിക്കും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് 1 മണിക്കൂർ പുറകിലായിരുന്നത് ഇപ്പോൾ 1 മണിക്കൂർ മുന്നിലേക്കായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.